അസ്സലാമലൈക്കും ഹായ് ഓൾ എല്ലാവർക്കും മൈബൺസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ സോഫി. അപ്പോൾ ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടക്കിടക്ക് ഇങ്ങനെ ബിരിയാണി തിന്നില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ എന്തായാലും ചിക്കൻ ഉണ്ട്, അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബിരിയാണി ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് കുറേയൊക്കെ മാറ്റമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് തന്നെ. പിന്നെ ബിരിയാണി എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഉണ്ട് ഉണ്ടാക്കുന്നതും, അതുപോലെ തന്നെ ടേസ്റ്റ് വൈസും ഒരുപാട് മാറ്റങ്ങളുള്ള ബിരിയാണി ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഓരോന്നും ട്രൈ ചെയ്ത് നോക്കണമല്ലോ. പിന്നെ നോമ്പ് തുറക്കാനായിട്ട് കുറേ ദിവസമായിട്ട് മോള് പറയുന്ന ഒന്നാണ് കുക്കർ പഫ്സ് ഉണ്ടാക്കാൻ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുക്കർ പഫ്സാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, കാരണം ഓൾറെഡി ഞാനത് വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ കാണിച്ചതാണ്. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയത് ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബിരിയാണീൻ്റെതും അതുപോലെ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കിൻ്റെതും റെസിപ്പിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ ഒരു ബിരിയാണി നമ്മൾ സെർവ് ചെയ്യുന്ന പോലെയുമല്ല. നമ്മൾ സാധാരണ ദമ്മിട്ടതിന് ശേഷം പിന്നെ അത് ചോറും മസാലയും സെപ്പറേറ്റ് ആക്കിയിട്ട് തന്നെയാണ് സെർവ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ബിരിയാണി രണ്ടും കൂടെ മിക്സായിട്ടാണ് ഞാനിപ്പം സെർവ് ചെയ്യുന്നത്. മാത്രമല്ല ഇത് ഞാനിപ്പം സാധാരണ നമ്മുടെ എടുക്കുന്ന ബിരിയാണി അരി ഉണ്ടല്ലോ, ജീരകശാല അരി, ആ ഒരു റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത്. ഇതല്ലാണ്ട് നമുക്ക് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം. അങ്ങനെ ഒരു റെസിപ്പിയാണ് ഞാൻ കണ്ടത്. ഞാൻ പിന്നെ എൻ്റെ ടേസ്റ്റിന് ബിരിയാണി അരി നമ്മുടെ ജീരകശാല അരി എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. നല്ല ചൂടോടുകൂടി തിന്നാനായിട്ട് മഗ്രിബിൻ്റെ അടുപ്പിച്ചിട്ടേ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ചിക്കൻ അങ്ങ് കഴുകിയിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റിയിട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പം വേവിക്കുമ്പം കുറച്ച് കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒരു 2 മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് ഞാൻ എടുത്തത്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ, എന്തായാലും വേവണ്ടേ ചിക്കൻ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ളത് ചിക്കനൊക്കെ അടച്ച് വെക്കുമ്പോൾ ഉള്ളിൽ നിന്നും ചിക്കനിൽ നിന്നൊക്കെ വെള്ളം അങ്ങ് ഇറങ്ങും. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ചിക്കൻ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ഉള്ളിയൊക്കെ നെയ്യിൽ വഴറ്റിയിട്ടും മാളിച്ചിട്ടും ഒക്കെ അല്ലേ എടുക്കുക. അപ്പോൾ ഇതിലിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെ ചിക്കൻ വേവുന്ന കൂട്ടത്തിൽ തന്നെ ആ ഉള്ളിയും കൂടെ അങ്ങ് വെന്ത് വന്നോളും. പിന്നെ വേറെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നെയ്യിലൊന്ന് മാളിച്ച് വഴറ്റി എടുക്കുന്നുണ്ടേ. അതിലിപ്പം ഉള്ളി ഇല്ലാന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ബാക്കി ഫുള്ളായിട്ട് അങ്ങ് വെന്ത് വരുന്നത് വരെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടെ വേവുന്ന സമയത്തേക്ക് ഞാനിപ്പം റൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് സാധാരണ നമ്മുടെ ജീരകശാല അരിയാണ് എടുത്തത്. സാധാരണ നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെ വറ്റിച്ചിട്ട് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓൾറെഡി കുറേ വീഡിയോസ് ഞാൻ ചെയ്തതുകൊണ്ടാണ് നെയ്ച്ചോറിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകമായിട്ട് പറയുന്നത്, ഞാൻ നമ്മുടെ ഒരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് ജീരകശാല അരി, അതായത് ചെറിയ മണി നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന ആ ഒരു റൈസ് എടുത്തത്. ഇതല്ലാണ്ട് ബസ്മതി റൈസ് വെച്ചിട്ട് ഉണ്ടാക്കാം. അത് 2 ടൈപ്പിൽ എന്തായാലും ബസ്മതി റൈസ് കൊണ്ട് റൈസ് ഉണ്ടാക്കുക. ഒന്നുകിൽ വെള്ളം ഊറ്റിയെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുക, അതല്ലെങ്കിൽ ഇതേപോലെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ വറ്റിച്ചിട്ടും ഉണ്ടാക്കാം. പിന്നെ നമുക്കെപ്പോഴും നാവിന് ടേസ്റ്റ് ചെറിയ മണി അരിയായിട്ടുള്ള ബിരിയാണി അരിയാണല്ലോ, ജീരകശാല അരി, ബസ്മതി റൈസിനെക്കാട്ടിലും. അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ ഏതാണോ റൈസ് വേണ്ടത് അത് വെച്ചിട്ടുണ്ടാക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായി കുഴഞ്ഞ പോലെ ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് ഇതിന് വേറൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടായി വന്നു കഴിഞ്ഞാൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഒഴിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതല്ല വെറും ഓയിൽ മാത്രമായിട്ട് ചെയ്യാം, ഗീ മാത്രമായിട്ട് അതും ചെയ്യാം. ഞാനിപ്പം രണ്ടും മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിലിപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ഒരു ബേ ലീഫ്, ഇതാണ് ഞാൻ ഇട്ടത്. ഒരു ചെറിയ കഷ്ണം പട്ടയും 2-3 ഏലക്കായും 2-3 ഗ്രാമ്പുവും, അത് മാത്രമേ വേണ്ടുള്ളൂ. പിന്നെ ഒരു ബേ ലീഫും. ഇതൊക്കെ ഇട്ടിട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണോളം ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ മുതൽ 1 ടേബിൾ സ്പൂൺ വരെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ചിക്കനിൽ ചേർത്തത് കൊണ്ട് ഇതിൽ ചേർക്കുന്നില്ല. ഇനിയിപ്പം ആ ഒരു പൊടികളൊക്കെ നന്നായി ഒന്നങ്ങ് മിക്സായി എണ്ണയിലൊക്കെ മിക്സായിട്ട് ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പം തക്കാളി ചേർത്ത് നന്നായിട്ട് ഇതൊന്നങ്ങ് മിക്സാക്കി വഴറ്റിയെടുക്കണം. തക്കാളി അത്യാവശ്യം ഒന്ന് ജ്യൂസി ആവണം.
പിന്നെ തക്കാളീൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചതച്ചിട്ടല്ലെങ്കിൽ പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ചതച്ചെടുക്കുന്നതാണെങ്കിൽ ഒരു 3-4 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒന്നങ്ങ് കുത്തിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണോളം തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കിയെടുക്കാം. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് നല്ലൊരു ജ്യൂസി ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചിട്ടുള്ള ആ ചിക്കനും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ആ ഗ്രേവിയും ഉള്ളിയും ഒക്കെ കൂടിയിട്ട് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഗ്രേവിയിൽ അങ്ങ് മിക്സ് ആക്കി എടുക്കണം. ഇനിയിപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് ആ ചിക്കൻ്റെ സത്തൊക്കെ ഇതിലിറങ്ങുകയും ചെയ്യണം. ആ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് വരണം. അപ്പോൾ അതിനായിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. തിളപ്പിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞിട്ടങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെന്തായാലും പച്ചമുളക് ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനൊരു 3-4 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നീളത്തിൽ കീറിയിട്ടോ അല്ലെങ്കിൽ ഒന്നങ്ങ് വരഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സാക്കി ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കാം. അടുത്തതിന് ദമ്മിടാനുള്ള പരിപാടിയാണ്. അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ഉള്ളി ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് ഉള്ളി നന്നായിട്ട് നെയ്യിലോ അല്ലെങ്കിൽ ഓയിലിലോ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നട്ട്സും അങ്ങനെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പം കുറച്ച് കാഷ്യൂ നട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മുടെ നെയ്ച്ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കിത് ദമ്മിടാനുള്ള പരിപാടിയാണ്. അപ്പം ദമ്മിടുന്നതിന് മുമ്പ് ഞാൻ ആ ഗ്രേവിയിൽ നിന്ന് കുറച്ച് ചിക്കനും കുറച്ച് ആ ഗ്രേവിയും ഒന്നങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ കൂടുതലായി പോകണ്ട. മാത്രമല്ല നമുക്കതിന് മുകളിലിട്ടിട്ട് വേണമെങ്കിൽ ദമ്മിട്ട് കൊടുക്കാം. ഒരു 2-3 പീസ് ചിക്കനും കുറച്ച് ഗ്രേവിയും മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാനിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് അങ്ങിട്ടിട്ട് ദം ചെയ്യാം. ദം ചെയ്യുന്നതൊക്കെ സാധാരണ നമ്മൾ ദം ചെയ്യുന്ന പോലെ തന്നെ മസാലൻ്റെ മുകളിൽ ചോറിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെക്കണം. പിന്നെ ഈ ഒരു മസാല കണ്ടോ നല്ല ജ്യൂസി ആയിട്ടല്ലേ ഉള്ളത്. ഉള്ളിയും തക്കാളിയും ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണാനില്ലല്ലോ. അതാണ് ഈ ഒരു ബിരിയാണീൻ്റെ ഒരു വെറൈറ്റി. പിന്നെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അങ്ങനെ ഞാനിപ്പം ചോറൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങ് ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്ത ഒണിയനും കുറച്ച് കാഷ്യൂവും പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞതും കൂടെ അങ്ങ് വിതറി കൊടുക്കാം. ഞാനിപ്പം ഈ ചോറിൻ്റെ മുകളിലായിട്ട് കുറച്ച് സഫ്രോൺ കലക്കിയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒന്നങ്ങ് കലക്കിയാൽ മതി. ഇനി അതല്ലെങ്കിൽ കുറച്ച് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കാം മുകളിൽ. അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോറ് ഞാനിപ്പം ദം ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട ഞാനിപ്പോൾ ഇങ്ങനെ 4ആയി കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വെറുതെ വെച്ചതാണ്, നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പം ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കുക്കർ പഫ്സ് ഉണ്ടാക്കണം. ഇതിന് മുമ്പ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചതുകൊണ്ട് ഇതിൽ ഞാൻ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല. സാധാരണ നമ്മുടെ ഇറച്ചിപ്പത്തിലിനൊക്കെ കുഴക്കുന്ന മൈദ കുഴക്കുന്നുണ്ടല്ലോ, അതേപോലെ കുഴച്ചെടുത്തിട്ട് നീളത്തിൽ അങ്ങനെ അങ്ങ് പരത്തിയെടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ ലെവലാക്കിയിട്ട് ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം കട്ട് ചെയ്തിട്ടൊന്നും എടുക്കുന്നില്ല. ഇങ്ങനെ ക്രോസ് ആയിട്ട് വെച്ചിട്ട് പ്ലസ് സൈനിൽ വെച്ചിട്ട് കുറച്ച് ചിക്കൻ്റെ മസാലയോ അല്ലെങ്കിൽ ഉള്ളി മസാലയോ വെച്ച് കൊടുക്കാം. ഒരു മുട്ട ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ട് 4 ഭാഗത്തുനിന്നും കവർ ചെയ്തെടുക്കാം. ഇതാണ് മുട്ട പഫ്സ്. അതിനിപ്പോൾ ഇത് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ എണ്ണയിലിട്ടിട്ട് അങ്ങനെ ചീനച്ചട്ടിയിലൊന്നും ഇട്ടിട്ടല്ല പൊരിച്ചെടുക്കുന്നത്, കുക്കറിലാണെങ്കിലും കുറച്ച് ഓയിലേ വേണ്ടുള്ളൂ. ഓയിലിട്ട് കൊടുത്തിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഈ പഫ്സ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എന്താ പറയുക, വിസിലില്ലാണ്ട് ആ മൂടി അടച്ചു വെച്ചിട്ട് പൊരിച്ചെടുക്കണം. അങ്ങനെ ഇപ്പം കുക്കർ പഫ്സൊക്കെ ഞാൻ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊന്ന് ബ്രീഫായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അതൊന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇനിയിപ്പം ഡ്രിങ്ക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ചോക്ലേറ്റ് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഓൾറെഡി വാങ്ങി വെച്ചതുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിതെടുത്തത്. വേണമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കുക. അപ്പം ഒരുപാട് കൈപ്പടിക്കൂല. പിന്നെ ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തത് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടുന്നതിനെക്കാട്ടിലും കുറച്ച് ചൂടുവെള്ളത്തിൽ ഒന്നങ്ങ് മിക്സാക്കി എടുത്താൽ മതി. അല്ലെങ്കിൽ ചൂടുള്ള പാലിലോ ഒന്നങ്ങ് മെൽറ്റാക്കി എടുത്താൽ മതി. അതായിരിക്കും കൂടുതലും നല്ലത്. അപ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ച എല്ലാം കൂടെ അങ്ങ് മിക്സ് ആയിക്കോളൂന്ന്. പക്ഷേ കുറച്ചിങ്ങനെ ആ ഗ്രേറ്റ് ചെയ്തത് അതുപോലെ തന്നെ അവിടെ ഉണ്ട്, മിക്സായി മെൽറ്റായി വന്നില്ല. അപ്പോൾ ഓൾറെഡി ഒന്ന് നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന പഞ്ചസാര അങ്ങ് ചേർത്ത് കൊടുക്കാം. നല്ല തണുത്തിട്ടുള്ള പാല് ഞാനിപ്പോൾ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് ഒന്നങ്ങ് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ 2-3 ഐസ് ക്യൂബ്സ് ഞാൻ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റിൻ്റെ മിൽക്ക് ഷേക്കും കൂടെ അങ്ങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് സെർവ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിയാണ്.
എന്താ പറയുക, നല്ല കട്ട പാലാണെങ്കിൽ കുറച്ചും കൂടെ തിക്നെസ് ഉണ്ടാവും. പിന്നെ ആ ഒരു ചോക്ലേറ്റ് ഒന്ന് മെൽറ്റാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അതും നല്ല ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ നോമ്പ് തുറക്കുമ്പോഴേക്കും എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക്, പിന്നെ അതുപോലെ തന്നെ കുക്കർ പഫ്സും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നാസ്തക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ബിരിയാണി സെർവ് ചെയ്തത്. അപ്പം ഞാനിപ്പം ആ സമയമാകുമ്പോൾ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി മണമുണ്ട്, നല്ല ടേസ്റ്റാണ്. ആ ഒരു ഗ്രേവി ചോറും കൂടെ മിക്സ് ആകുമ്പം അടിപൊളി ടേസ്റ്റും നല്ല മണമൊക്കെ ഉണ്ട്. പിന്നെ സാധാരണ നമ്മളൊരു ബിരിയാണി സെർവ് ചെയ്യാന്ന് പറഞ്ഞാൽ മസാല വേറെ, റൈസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടാണ് സെർവ് ചെയ്യാറ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. കാരണം ഗ്രേവി വേറെ തന്നെ കിട്ടാനൊന്നുമില്ല, എല്ലാം കൂടെ മസാല ചോറിൽ അങ്ങ് പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയത്, വീട്ടിലുണ്ടാക്കി നോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്താ പറയുക, കുറഞ്ഞ ചേരുവകൾ മതി. സാധാരണ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ അത്ര മെനക്കേടും ഇല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി എല്ലാവരും ഉണ്ടാക്കുന്നത് കണ്ടല്ലോ. അപ്പോൾ വീട്ടിൽ ഉണ്ടാക്കി നോക്ക്. ഇനിയിപ്പം അങ്ങോട്ട് നോമ്പ് 27 അതുപോലെ തന്നെ പെരുന്നാളൊക്കെയാണ് വരുന്നത്. പെരുന്നാളിനൊന്നും ആഘോഷങ്ങളൊന്നും ഉണ്ടാവില്ല, എന്നാലും ഒരു ബിരിയാണി എന്തായാലും വെക്കുമല്ലോ. ആ ഒരു ബിരിയാണി ഇതായിക്കോട്ടെ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇന്നത്തെ റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണണേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും അപ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ഇനി പുതിയ പുതിയ റെസിപ്പീസും ടിപ്സും വ്ളോഗ്സും ട്രിക്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ കീപ് വാച്ചിങ് മൈമൂൺസ് കിച്ചൺ. ടേക്ക് കെയർ ആൻഡ് ബൈ. താങ്ക് യു. ടാറ്റ, ബൈ ബൈ.